നാം എല്ലാവരും നിസ്സാരമായി കരുതുന്നതും എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സമയം. ഒരിക്കൽ ഒരു ഗുരു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ്? ഒന്നാമൻ പറഞ്ഞത് സ്വർണങ്ങൾ എന്നായിരുന്നു. രണ്ടാമൻ പറഞ്ഞത് രത്നങ്ങൾ എന്നാണ്. ഇതൊന്നും ശരിയല്ലെന്ന് ഗുരു. ശിഷ്യന്മാർ അമ്പരന്നു. സമയമാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. സമയം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. മഹാന്മാരിൽ പലരും സമയത്തിന്റെ വില അറിഞ്ഞു പ്രവർത്തിച്ചവരാണ്. സമയം തെറ്റിക്കുന്നവർ മറ്റുള്ളവരുടെ സമയം കൂടി നഷ്ടപ്പെടുത്തുന്നവനാണെന്ന് മഹാന്മാർ വിശ്വസിച്ചിരുന്നു. ഗാന്ധിജിക്ക് ഒട്ടേറെ ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് സമയത്തെ ആദരിച്ചതുകൊണ്ടാണ്. കിട്ടിയിരിക്കുന്ന കഴിവുകൾ നന്നായി ഉപയോഗിച്ച് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ്. സമയവും ടാലന്റും കണക്കാക്കി ഉപയോഗിക്കുന്നവർക്കാണ് വിജയവും സമ്മാനവും ലഭിക്കുന്നത്. മടിയൻ മല ചുമക്കും എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. മല ചുമക്കാൻ ശ്രമിക്കുന്നവന്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാം. എന്നാൽ സമയം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ആപത്ത് വന്നു ചേരില്ല. സമയവും തിരകളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്ന പ്രശസ്തമായ ഒരു പഴഞ്ചൊല്ലുണ്ട്. സമയത്തെ നിയന്ത്രിക്കുവാൻ നമുക്കാവില്ല, എന്നാൽ സമയത്തിന് അനുസൃതമായി നമ്മളെ നിയന്ത്രിക്കുവാൻ കഴിയണം. കുട്ടികളായ നമ്മൾ ചെറുപ്പം മുതലേ സമയത്തിന്റെ വില അറിഞ്ഞു പ്രവർത്തിക്കണം. ക്ലാസ്സിൽ നമുക്കെല്ലാവർക്കും ഒരു ടൈം ടേബിൾ ഉണ്ട്. വീട്ടിലും ഒരു ടൈം ടേബിൾ വെക്കുന്നത് നല്ലതാണ്. നന്നായി പഠിക്കാനും ജോലി ചെയ്യാനും വിനോദങ്ങളിൽ ഏർപ്പെടുവാനും അത് നമ്മെ സഹായിക്കുന്നു. ചിലർ നല്ലൊരു ടൈം ടേബിൾ തയ്യാറാക്കി വെക്കും, എന്നാൽ